പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ തെച്ചി ഫുള്ള് പൂവ് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫുള്ള് പൂവ് വിരിഞ്ഞു. പിന്നെ ഇത് നമ്മൾക്കൊന്ന് കട്ട് ചെയ്യാനായിട്ടുണ്ട്. ഒരു കുഞ്ഞ് റോസാണിത് കേട്ടോ. പിന്നെ ഈ ഇലച്ചെടി നമ്മളൊരു വലിയ ചട്ടിക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഇലച്ചെടി നമ്മളൊരു വലിയ ചട്ടിയിലാക്കി. ഇത് നല്ല ഇപ്പോൾ ഈ കാണുന്ന മാതിരിയല്ല, നല്ല കളറുള്ളൊരു ഇലച്ചെടിയാണ് കേട്ടോ. പൂച്ചെടി നല്ല പൂക്കളായിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യം പറഞ്ഞ ഈ പൂച്ചെടിയാണ് കേട്ടോ. പൂച്ചെടിയല്ല, തെച്ചിപ്പൂവ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഈ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ മറക്കില്ല. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ തെച്ചി നമ്മൾ ഇതിൻ്റെ മുൻപ് വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ അത് ഫുള്ള് പൂവ് വിരിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇത് നല്ലൊരു കളറാണിത് കേട്ടോ. നല്ലൊരു കാവി കളറാണിത്. മഞ്ഞല്ല, മഞ്ഞ വേറെ നമ്മളെടുത്ത് ഇതിന്മേലുണ്ട് മഞ്ഞ. ഇത് കണ്ടോ, ഇതിൻ്റെ ഇലയും മഞ്ഞ ആയതുകൊണ്ട് നമുക്ക് ഇതിന്മേൽ പൂവുള്ള അറിയില്ല കേട്ടോ. ഇതിന്മേൽ നിറയെ പൂവുണ്ട് ഇതിന്മേൽ, പക്ഷെ അത് മഞ്ഞ കളറായതുകൊണ്ട് നമുക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. പിന്നെ ഇത് കടും റെഡ് കളറാണ് ഈ തെച്ചി കേട്ടോ. ഇത് നമുക്ക് നല്ല കളറായിട്ട് കിട്ടുന്ന റെഡ് കളറാണ്. ഈ ഒരു ചെടീൻ്റെ ഒക്കെ ഒരു റെഡ് കളറാണ് ഇതിൻ്റെ പൂവ് വരുന്നത്. ഇത് പൂവായിട്ടില്ല കേട്ടോ. പൂവ് ഇങ്ങനെ ആവാനാവണുള്ളൂ. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ പുതിയതായിട്ട് തേപ്പുകൾ വന്നതാണിത്. പിന്നെ ഇത് റോസ് കളർ തെച്ചിയാണ് കേട്ടോ. നല്ല റോസ് കളറാണിത്. ഞാനിതിൻ്റെ മുൻപ് പൂവുണ്ടായപ്പോൾ ഞാനൊന്ന് കാണിച്ചതാണിത്. പിന്നെ അതേമാതിരി തന്നെ ഇത് നല്ല റെഡ് പൂജക്കൊക്കെ എടുക്കണം അങ്ങനത്തെ ഒരു തെച്ചിയാണിത്. പൂവായിട്ടില്ല. അടുത്ത് തന്നെ പൂവ് ഇടുന്നതിന് തേപ്പുകളൊക്കെ വന്നിങ്ങനെ പൂവിടാനുള്ള ഒരുക്കത്തിലാണ്. പിന്നെ ഇവിടെ ഇത് കണ്ടോ, ഈ തെച്ചി ഇത് വല്ലാതെ പൊങ്ങി വളരൂല കേട്ടോ. ഇത് നിറയെ പൂവൊരു ബൊക്കെ മാതിരി ഉണ്ടാവും. ഫുള്ള് പൂവായിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു തെച്ചി ചെടി തന്നെയാണ്. പിന്നെ ഈ തെച്ചിന്മേൽ നമുക്ക് വെള്ള പൂവുണ്ടാവുക. വെള്ള പൂവുണ്ടാവുക. ഇതിൻ്റെ ഇലയും വെള്ളയാണ് കേട്ടോ. ഒരു വെള്ളം വരെ ഗ്രീൻ ഷെയ്ഡൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നത് നല്ല വെള്ള കളർ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു തെച്ചിയാണ്. പിന്നെ ഇവിടെ ഈ തെച്ചി ഇതൊരു റോസ് കളറാണ് കേട്ടോ. ഇതിൻ്റെ പൂവ് വിരിഞ്ഞിട്ടില്ല. വിരിഞ്ഞിട്ട് വിശദമായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. ഇത് നല്ല ഒരു റോസ് കളറാണ്. നമ്മളെ അടുത്തുള്ളതൊക്കെ ഡിഫറെൻറ്റ് കളറുകളാണ് കേട്ടോ. ഒരേ കളറ് നമ്മൾ ഒരേ ചട്ടിയിൽ വെച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതൊരു റോസ് കളറാണ് കേട്ടോ. മറ്റേ നമ്മൾ റോസ് കാണിച്ചതിൻ്റെ ഒരു ഡിഫറെൻറ്റ് കളറാണിത്. നിറയെ മൊട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ മൊട്ടുകൾ ഇങ്ങനെ കാണാതുണ്ടോ. ഇത് നിറയെ മൊട്ടുകളാണ് കേട്ടോ. ഒരു ആഴ്ച കൊണ്ടൊക്കെ അത് നിറയെ ഇങ്ങനെ വിരിഞ്ഞ് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ അത് കാണാൻ. നമ്മളിങ്ങനെ കുറച്ച് നീട്ടി വളർത്തി ഒരു കമ്പ് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ നീട്ടി വളർത്തിയൊരു ബോൺസായി രൂപത്തിൽ അത് നിർത്തിയിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ. നന്നായിട്ടുണ്ട് വിരിയുന്നത്. അവിടെയും തെച്ചികളുണ്ട് കേട്ടോ. തെച്ചി നിലത്തുമുണ്ട്. അവിടെ കോഴി സൈഡിലും നല്ല തെച്ചികൾ വളരുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ മുന്നേ കാട്ടി തന്നുകൊണ്ട് ഞാൻ അത്ര അടുത്ത് പോയിട്ട് കാണിക്കണില്ല. ഇതൊരു മഞ്ഞ കളറ് ഇലച്ചെടിയാണ് കേട്ടോ. ഇത് നമ്മൾ വലിയ ചട്ടിയിൽ ഇത് നടാൻ കാരണം നിന്ന് നട്ടതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നല്ല വളർച്ചയുള്ളൊരു ചെടിയായതുകൊണ്ട് നല്ല പൊങ്ങി നമ്മളൊരു അര അടി അല്ല ഒരു 4-5 അടിയൊക്കെ ഇങ്ങനെ പൊക്കി വളർത്തിയിട്ട് അവിടെ ഒരു കട്ടായിട്ട് ഇങ്ങനെ നിർത്താൻ വേണ്ടിയിട്ടാണ്. ഇതിന്മേൽ നമ്മൾ കുറേ തൈ നട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 4 തൈയാണ് നമ്മളിതിൽ 4 കമ്പ് നട്ടിട്ടാണ് ഇതിലുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഇത് നല്ല കളറാണ്. ഇതിൻ്റെ നല്ല മഞ്ഞ കളറാണ് കേട്ടത്. ഇതിപ്പോൾ എന്നാണ് നമ്മൾ നട്ടത് കേട്ടോ. ഇതൊരു ചെറിയൊരു ചട്ടിയിലായിരുന്നു. അത് നമ്മളൊരു വലിയ ചട്ടിക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് കേട്ടോ. ഇതും വലിയ ചട്ടിക്കാണ് മാറ്റിയിട്ടുള്ളത്. ഇതിൻ്റെ ഇല നല്ല ഭംഗിയായി കാണട്ടെ. അതിപ്പോൾ നമ്മൾ കമ്പ് നട്ടുകൊണ്ടാണ് ഇത് അത്ര ഭംഗിയില്ലാത്തത്. നല്ലൊരു വയലറ്റ് കളറായിട്ടുള്ളൊരു ഇടയിലോരോ നല്ല പുള്ളികൾ ഇവിടെ കണ്ടോ. ഇതുപോലുള്ളൊരു പുള്ളി ഇടയ്ക്കൊക്കെ ഉണ്ടാവും ചെയ്യും. നമ്മളിപ്പോൾ നട്ടിട്ടുള്ളൂ. നനച്ച് കൊടുത്തിട്ടില്ല. നട്ട് ഈ ചട്ടിയിലായിരുന്നു, ചെറിയ ചട്ടിയിലായിരുന്നു കേട്ടോ. നമ്മൾ വേര് പിടിപ്പിക്കാൻ വേണ്ടി വെച്ചതായിരുന്നു. വേര് പിടിപ്പിച്ച് നമ്മൾ വലിയൊരു ചട്ടിക്ക് ഇത് മാറ്റി. പിന്നെ അഗ്ലോണിമ നമ്മൾ ഇതായിട്ട് ഇങ്ങനെ നട്ടതാണ് കേട്ടോ. അഗ്ലോണിമ അത് നമുക്ക്
പല കളറും ഇങ്ങനെ പിന്നെ ഒന്നായിട്ട് നടുമ്പോൾ നമുക്കിത് കാണാൻ നല്ലൊരു ഭംഗിയൊക്കെ കേട്ടോ. നമ്മളത്ര പിന്നെ ഇത് നമുക്ക് കിട്ടാവുന്നിടത്തോളം കളർ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പല കളറും നമുക്ക് വരാനുണ്ട് കേട്ടോ. നമുക്കതിപ്പോൾ അടുത്ത് തന്നെ നമ്മളെ കളക്ഷനിൽ അത് വന്ന് ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പറഞ്ഞു വെച്ചിട്ടുണ്ട്. കുറേ ചെടികളുണ്ട് കേട്ടോ അവിടെ. പിന്നെ അഗ്ലോണിമയാണ് ഇവിടെ കൂടുതലായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. ഈ കാർ പോർച്ചിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. കാർ പോർച്ചിൽ രണ്ട് വണ്ടി നിർത്താനുള്ള സ്ഥലം ഉണ്ടായതുകൊണ്ട് ഒരു വണ്ടി നിർത്തുന്ന അത്ര സ്ഥലത്ത് നമ്മൾ പിന്നെ ഇത് അഗ്ലോണിമക്ക് സ്ഥലം മാറ്റി വെച്ചാണ് കേട്ടോ. അഗ്ലോണിമ അതിൻ്റെ അടുത്ത് ഇവിടെ പിന്നെ ഓർക്കിഡും ഉണ്ട് കേട്ടോ. ഓർക്കിഡ്, ടർട്ടിൽ വൈൻ, അങ്ങനത്തെ ബിഗോണിയ, അങ്ങനെ തൂക്കുചട്ടിയിലൊക്കെ ബിഗോണിയ ഉണ്ടാക്കിയിട്ടുണ്ട്. ബിഗോണിയ നല്ല ഉഷാറായിട്ട് തൂക്കുചട്ടിയിൽ വളരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്താണ്. നമ്മൾ വളം നല്ല ചെയ്ത് കൊടുക്കണം കേട്ടോ, കുറഞ്ഞ മണ്ണിലാവുമ്പോൾ. പിന്നെ ഈ ഭാഗത്ത് ഈ ഇലച്ചെടി നമ്മൾ ഇൻഡോറായിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ വളർച്ചയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ മാറ്റിയതാണ്. പിന്നെ ഇവിടെ കുറ്റിക്കുരുമുളകുണ്ട്. പിന്നെ നമ്മൾ പിന്നെ ആദ്യം ഇത് ബെഡ് ചെയ്യാൻ വെച്ചിരുന്ന ഒരു അടീനിയായിരുന്നു. ബെഡ് ഫെയിലായിപ്പോയി. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ തെത്ത് വരുന്നുണ്ട്. പിന്നെ CC പ്ലാന്റ് ഉണ്ട് കേട്ടോ. അതുകൂടെ നമ്മൾ ഈ ഇത് കണ്ടില്ലേ, ഇത് അഗ്ലോണിമ ഒക്കെ നമ്മൾ തൈകൾ പിടിപ്പിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. ഇതിങ്ങനെ ഒരു നിരനിരായിട്ട് ഓരോ കളർ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കൊരു വേറൊരു പിന്നെ ഭംഗിയാണ് കേട്ടോ അത് കാണാൻ. ഇതിപ്പോൾ കണ്ട ഈ കളറൊക്കെ നമ്മൾ ഈ ഇലച്ചെടിക്കുള്ളൊരു പ്രത്യേകത പറഞ്ഞാൽ എന്നും പൂവിട്ട് നിൽക്കണ മാതിരിയാവുന്നത്. പിന്നെ കാണാൻ നമ്മളെ പൂന്തോട്ടം എപ്പോഴും മനോഹരമായിട്ട് ഇങ്ങനെ നിൽക്കും. അത് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഇലകളൊക്കെ പല കളറുമാണല്ലോ. വേണ്ടില്ല, അപ്പുറത്തുള്ള ആ ഒരു റെഡ് കളറുള്ളൊരു അഗ്ലോണിമ ആ കൂട്ടത്തിൽ വെക്കുമ്പോൾ പൂ വിരിഞ്ഞിക്കണമാതിരി നമുക്കൊരു ഫീൽ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഇടയിലൊക്കെ ഈ കളർ നമുക്ക് നല്ലൊരു ഭംഗി തരുന്ന ഒരു ഇതന്നെ. നമ്മൾ ഈ പൂന്തോട്ടത്തിൽ നമ്മൾ ഇലച്ചെടി കളറുള്ള ഇലകളുള്ള ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഭംഗി തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഈ പാനൊക്കെ ഇങ്ങനെ എപ്പോഴും ഒരു നല്ല ഗ്രീനായിട്ട് പച്ചപ്പായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു പിന്നെ ഭംഗിയാണ് അത് കാണാൻ. പാനൊക്കെ നല്ല പിന്നെ തിക്കായിട്ട് ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ ഇനി അതിന് പറിച്ച് നടുക കേട്ടോ. നമ്മളിപ്പോൾ പുതിയതിപ്പായിട്ട് എത്തിയതാണ്. അപ്പോൾ നമ്മൾ പറിച്ച് നടാനുള്ള ഒരു ഇത് ആയിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടി പിന്നെ വലുതായിട്ടുണ്ടെങ്കിൽ നമുക്കത് പറിച്ച് നടാം. ഇത് അഗ്ലോണിമ അല്ല എന്ന് തോന്നുന്നു. ഇത് അഗ്ലോണിമ അല്ല കേട്ടോ. ഇതങ്ങനെ ഒരു വേറൊരു എന്താ പേര് ഞാൻ മറന്നുപോയി. ഇതും പിന്നെ നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് കേട്ടോ. അത് നമ്മളിപ്പോൾ ഒരു 150 റുപ്യക്ക് വാങ്ങിയതാണ്. അപ്പോൾ അത് വലിയത് എത്ര വലുതായ തൈനൊക്കെ 400-500ഒക്കെയാണ് അവർ പറയുന്നത് കേട്ടോ. നമ്മൾ വളരെ കുഞ്ഞനായിട്ടുള്ളൊരു തൈയാണ് നമ്മളിതിൻ്റെ കൊടുത്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ പിന്നെ അത്ര ഒരു വലിയ തൈ ആയിട്ടുണ്ട്. ഇതിനൊന്നും തൈകൾ വരാനാവണുള്ളൂ കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ ഈ നമ്മൾ ഈ വാഴക്കൂമ്പിൻ്റെ ഒരു കളറാണ് ആ പിന്നെ അതിൻ്റെ തണ്ടിന്. അതിൻ്റെ ഇലക്ക് ഒരു നല്ല ഗ്ലേസിങ്ങുള്ള ഒരു ഇലയുണ്ട്. പിന്നെ ഇതും നല്ല ഭംഗിയുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള, അത് നമുക്കൊരു വലിയ ചട്ടിക്ക് ഇത് മാറ്റണമുണ്ട്. എന്നെങ്കിൽ ഇത് നമ്മൾ വിചാരിച്ച ഗ്രോത്ത് ഇതിന് കിട്ടുള്ളൂ. മറ്റേ വളർച്ച വളരെ മന്ദഗതിയിലാവും അതിങ്ങനെ ചെറിയ ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇത് കാശിത്തുമ്പയാണ് ഇട്ടത്. കാശിത്തുമ്പ പിന്നെ ഇത് നല്ല വളർച്ചയാണ്. കാശിത്തുമ്പ നമ്മളിവിടെ അത്ര ഒരു ഇത് കിട്ടണില്ല. എന്നാലും അത് പിന്നെ ബോൾസ ഇപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ബോൾസ ശരിയാവുന്നില്ല കേട്ടോ. ബോൾസൊക്കെ ഇപ്പോൾ അവരൊന്ന് പോയിട്ടുണ്ടായില്ല. അത് പിന്നെ അത് ചീഞ്ഞു പോയി. പിന്നെ ഈ ഭാഗത്തൊക്കെ ചെടികളിങ്ങനെ അത് ഒന്നായിട്ട് വെച്ചാണ്. ഇതൊക്കെ മദർ പ്ലാന്റുകളാണ്. അതിൽ നിന്നാണ് നമ്മൾ ഈ തൈകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കണതാണിത്, ഈ ഭാഗത്തുള്ളതൊക്കെ. പിന്നെ അവിടെ നമ്മളൊരു തൂക്കിയാട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഇലച്ചെടി നമ്മൾ ഇന്നലെ കൊടുന്നതാണ് കേട്ടോ. ഇത് നല്ലൊരു ഭംഗിയാണ്. ഇതിൻ്റെ ഈ ഇല ഇങ്ങനെ പിരിഞ്ഞിട്ട് ഇത് കണ്ടില്ല, ഇതിൻ്റെ ഇല പിരിഞ്ഞ് നല്ലൊരു കളറ്, നല്ല ഒരു 2-3 കളറ് ഇതിന്മേൽ ഉണ്ടാവും കേട്ടോ. അത് നമുക്ക് നല്ല പിന്നെ നമ്മൾ ഈ മുടി ഒക്കെ മുടഞ്ഞിട്ട മാതിരിയാണ് അത് നമുക്ക് കാണാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഇലച്ചെടി നല്ല ഭംഗി ഉണ്ടാകണം കേട്ടോ. അത് കുറച്ച് നമ്മൾ വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പിരിഞ്ഞ് ഒരു 1/2 മീറ്ററൊക്കെ ഇതിൻ്റെ ഒരു ഇലൻ്റെ വലിപ്പം ഉണ്ടാവും കേട്ടോ. നല്ല വലിപ്പമുള്ള ഇലയാണ്. 1/2 മീറ്ററോളം ആ ഇലക്ക് വലിപ്പം ഉണ്ടാവും. ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ നിൽക്കും, മുടി മുടഞ്ഞിട്ടായിരിക്കും. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇത് ബിഗോണിയാണ് കേട്ടത്.
ബിഗോണിയ ഇത് ബിഗോണിയമ്മ ഇത് വേറൊരു പിന്നെ പൂവാണ് കേട്ടോ. അതേ വലുപ്പത്തിലുള്ള പൂവ് തന്നെയാണ്, പക്ഷെ അത് കാണാൻ വേറൊരു ഭംഗിയുള്ളൊരു പൂവാണത്. നമുക്കത് ഇത് കുറച്ച് ഉയരത്ത് വെച്ചെങ്കിൽ നമുക്ക് അതിൻ്റെ പൂവ് കാണാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ അടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൂവ് അതിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഈ ചേമ്പ് അതിൻ്റെ മുന്നേ കാണിച്ചു തന്നില്ലേ, അപ്പോൾ അതിന് പൂവ് ഉണ്ടാവുകയാണ് കേട്ടോ. ഇനി എവിടുന്നാണ് അതിൻ്റെ തൈ ഉണ്ടാകുക എന്നൊന്നും അറിയില്ല. ഇത് ചിലപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ അടിയിലുള്ളത് മുറിച്ച് നട്ടാലാവും ചിലപ്പം തൈ ഉണ്ടാകുക. ഏതായാലും അങ്ങനെ ഒന്ന് സാമ്പിൾ ചെയ്ത് നോക്കണം. അതിൻ്റെ പറ്റി നമുക്ക് അത്ര ഒരു ഗ്രാഹ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതിൻ്റെ തൈ എങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇനി ഈ ചെടി കണ്ടില്ലേ, ഇപ്പോൾ ഇതിൻ്റെ ഓരോ ഇല ഇങ്ങനെ പുതിയ ഇല വരുന്നതൊക്കെ നല്ല കളറായിട്ടാണ് വരുന്നത്, നല്ല വലുപ്പമുള്ള ഇല ആയിട്ടാണ് വരുന്നത്. ഇത് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയൊരു ചെടിയാണ്, പക്ഷെ നമ്മൾ ഇൻഡോർ ചട്ടിയിലല്ല അത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇൻഡോറാക്കി വെക്കണില്ല. ഇവിടെ നമ്മൾ തണൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇതിന് തൈ ആയിട്ട് നമുക്ക് ഇൻഡോറാക്കി വെക്കണം. അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മളൊന്നും ചെയ്യാത്തത് കേട്ടോ. ഇവിടെയൊക്കെ ഈ മാസം മാറി നമുക്കിതിൻ്റെ ഒന്നും പേരറിയില്ല കേട്ടോ. കണ്ടാൽ അതൊരു ഭീകര ചെടിയാണെന്ന് തോന്നുന്നു. ഇത് തീരെ കട്ടിയില്ലാത്തിട്ടുണ്ട്. ഇതല്ലേ തീരെ ഒരു കട്ടില്ലാത്ത ഒരു പുല്ലിൻ്റെ നെല്ലൊക്കെ ഉണ്ടാകണ മാതിരിയാണ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ ജർബറ ഉണ്ടല്ലോ, ഒരുപാട് കാലമായി ഒരു മൊട്ട് പോലും ഇതിമ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. നമ്മളിതിൻ്റെ മുൻപ് കാണിച്ചു തന്നില്ലത് ഈ ഒരു ചെടി. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് കൊലകൊലയായിട്ട് ഇങ്ങനെ പൂക്കളുണ്ടാവും, നല്ല കൊലകൊലയായിട്ട് ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഈ മുസാണ്ട ഇതിപ്പോൾ നമ്മളടുത്ത് വെള്ള കളറും പല ഒരു 3 കളറുണ്ടായിരുന്നു, അപ്പോൾ ഒക്കെ പോയിട്ടത് നമ്മളടുത്ത് പോയിട്ടുണ്ട്. ആ മുസാണ്ട തന്നെ ഇതിൻ്റെ വേറൊരു ചേഞ്ചാണ്. നല്ല റെഡ് കളറായി. കാരണം ഇതിപ്പോൾ പൂവ് ആയിട്ടില്ല, പൂവെന്നല്ല ഇതിൻ്റെ ഒരു ഇല തന്നെയാണ്. ഇത് പൂവാണ്. ഇത് പൂച്ചെടി കേട്ടോ. ഈ പൂച്ചെടിമേൽ നിറയെ പൂക്കളാണ് കേട്ടോ. ഇങ്ങനെ നിറയെ കൊലകൊലയായിട്ട് പൂക്കളുണ്ടാകുന്നുണ്ട്. നമ്മൾ ഈ ഭാഗത്തൊക്കെ വേണ്ടില്ല. അത് ഇങ്ങനെ നമ്മൾ ഈ ചെണ്ടുമല്ലില്ലേ, ചെണ്ടുമല്ലിൻ്റെ ഒക്കെ മാതിരിയാണ് ഇതിൻ്റെ പൂവുണ്ടാകുന്നത്. ഇങ്ങനെ ഒരു 3 പൂവ് ഇങ്ങനെ ഒന്നായിട്ട് കൂടുമ്പോൾ നല്ലൊരു മല്ലിൻ്റെ ഒരു ചെണ്ടുമല്ലിൻ്റെ ഒരു എന്നാ ഫീലാണ് നമുക്ക് കിട്ടുക. നല്ല കൊലകൊലയായിട്ട് ഇത് നല്ല പൂക്കളുണ്ടാകുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ ഒരു വേറെ കളർ ചേഞ്ചാണ് കേട്ടോ. അത് പിന്നെ ഇതൊക്കെ ഇപ്പോൾ കായ ആയിട്ടുണ്ട്. നമുക്ക് കായ കുട്ടികളൊക്കെ ഇങ്ങനെ കുറച്ച് കുട്ടികൾക്ക് ഇപ്പോൾ അത് ഇഷ്ടപ്പെടൽ തുടങ്ങി കേട്ടോ. ഇതിൻ്റെ കായ കുട്ടികളൊന്ന് നല്ല കഴിക്കാൻ തുടങ്ങി. അവർക്കും ഇതിൻ്റെ ടേസ്റ്റ് പിടിച്ചു. ആദ്യം ഇത് പിന്നെ കുട്ടികളിത് കഴിക്കില്ലായിരുന്നു. ഇന്നലെ ഞാൻ പറിച്ചു കൊടുത്തപ്പോൾ കുട്ടികൾക്ക് അതിൻ്റെ ടേസ്റ്റ് പിടിച്ച് അവരിങ്ങനെ പറിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിത് കൊമ്പ് കട്ട് ചെയ്യണില്ല കേട്ടോ. കട്ട് ചെയ്യണമെന്ന് കരുതിയിട്ട് ഇങ്ങനെ നിർത്തിയാണ്. അപ്പോൾ കുട്ടികളതിൻ്റെ കായകൾ കഴിക്കണുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ അതത്ര ഇതാക്കുന്നില്ല, കട്ട് ചെയ്ത് കളയണില്ല. ഇതൊരു മഞ്ഞപ്പൂവാണ് കേട്ടത്. അതുപോലെ തന്നെ ഇവിടെ വെള്ള കളറ് ഉണ്ട്. അതിൻ്റെ തന്നെ ഒരു 2-3 പിന്നെ കളറ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊരു പൂച്ചെടിയാണ് കേട്ടോ. ഇത് പൂച്ചെടി നല്ല റെഡ് കളറാണ് കേട്ടോ. നല്ല റെഡ് കളറായിട്ടാണ് ഇത് ഉണ്ടാകുക. കണ്ടില്ല, ഇതൊക്കെ നല്ല ഈ പൂവ് ഇങ്ങനെ മൂക്കണോടത്തോളം അതിൻ്റെ കളറ് ഇങ്ങനെ റെഡായി വരും കേട്ടോ. എന്നാലും ഇതും അതുപോലെ തന്നെ നല്ല റെഡ് കളറാണിത്. പിന്നെ ഇത് കണ്ടില്ലേ, വയലറ്റ് കളറാണ്. വയലറ്റ് കളറ് നല്ല ഭംഗിയുള്ളൊരു കളറാണിത് കേട്ടോ. ഇത് കണ്ടില്ലേ, തെച്ചിൻ്റെ മാതിരിയാണ്. ഇത് തെച്ചല്ല കേട്ടോ, അത് വേറൊരു പിന്നെ ചെടിയാണിത്. എപ്പോഴും പൂവുണ്ടാവും, ഇത് ഏത് കാലത്തും പൂവുണ്ടാവും കൊണ്ടിരിക്കുന്നത്. ഇത് അടീനിയത്തിൻ്റെ കായാണ് കേട്ടോ. ഇതൊരു 4 കായുണ്ട്. ഇതിന് അപ്പുറത്തും നല്ല കായകളുണ്ട്. പിന്നെ അത് ഇതിമേ ഒരു പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെട്ടി ഉണ്ടാക്കിയൊരു പൂവിൻ്റെ മാതിരിയാണ്, അത്ര ഒരു ഷേപ്പില്ലാത്തൊരു പൂവാണ്. പിന്നെ അത് ചെമ്പരത്തി കേട്ടോ. 2 തട്ട് ആണ് ഇതിമേ ഉണ്ടാകുക കേട്ടോ. ഒരു തട്ട് ഇവിടെ ഇത് കണ്ടോ, ഇതിനിങ്ങനെ വന്നിട്ട് നടുവെന്നൊരു പിന്നെ ഒരു 4 പോലെ കണ്ടുണ്ടായിട്ട് അതിമേ ഒരു തട്ടാണ് ഇത്. ഇത് 2 തട്ടുള്ള ചെമ്പരത്തിയാണത്. ഇതൊരു കാവി കളറും ഇതിൻ്റെ ഇടയിലൊരു ഷെയ്ഡായിട്ടൊരു റെഡ് കളറും ഉണ്ട്. പിന്നെ ധാരാളം മൊട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നമ്മൾ 10 മണിമുല്ല പിന്നെ വൈറ്റ് കളറാണ് കേട്ടോ. 10 മണിമുല്ല ഒരു വൈറ്റ് കളറൊന്ന് വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ അടീനിയത്തിന് പിന്നെ കായകളുണ്ട്, പൂവുണ്ട് കേട്ടോ. ഈ അടീനിയം പൂ കഴിഞ്ഞ്